And in case sugar cravings ഗൈസ്, എനിക്ക് കാർത്തികേയൻ എന്ന് പറയുന്നത് മറ്റേ വല്യേട്ടനാണ്. നിറനാഴി പൊന്നിൽ. ലാസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ, ഞാൻ കമ്മിറ്റഡ് ആണോ എന്ന്. ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊരു Q&A ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ എനിക്ക് നിങ്ങളടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. സോ എനിക്ക് 10 പറയാനുണ്ട് ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇതിൽ കണ്ട ക്വസ്റ്റ്യൻ, ഞാൻ ഇതിൽ കൂടുതൽ 700 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ 600 ക്വസ്റ്റ്യന് ഞാൻ കമ്മിറ്റഡ് ആണോ അല്ലേന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹലോ ഗംഗ, ഹൗ ആർ യു? സുഖം, പരമസുഖം, പരമാനന്ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീട് പണി എവിടെ വരെ ആയി? എനി അപ്ഡേറ്റ്സ്? അതായത് വീട് പണി നമ്മളിപ്പം ടൈൽ എടുക്കാൻ പോയതുണ്ടല്ലോ, ഇനി ടൈൽസിൻ്റെ പണിയുണ്ട്, അല്ലാതെ കുറച്ച് പണികളുണ്ട്, അത്യാവശ്യം കുറച്ച് പണികളുണ്ട്. അപ്പം അതുകൊണ്ട് ഗൈസ് വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് സീനായിരുന്നു. കാരണം നമുക്കിപ്പം പൂശാനായാലും പുട്ടിയിടാനായാലും എന്തിനായാലും മഴ ജൂൺ ജൂലൈ ഓഗസ്റ്റ്, ജൂൺ ജൂലൈ കംപ്ലീറ്റ്, മെയ് അവസാനം മുതൽ മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് ഇച്ചിരി ഡിലേ ആണ്. ഓക്കെ, അടുത്തത്, എങ്ങനെ ഇത്രയും സ്ലിം ആയതിന് ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ്? ഞാൻ സ്ലിം ആയത് ഗൈസ്, ഞാൻ ഉണങ്ങണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഡയറ്റ് എടുത്തത്. ഞാൻ ഡയറ്റ് എടുത്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗട്ടിന് ഇഷ്യൂ ഉണ്ട്, വയറിന് ഇഷ്യൂ ഉണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ പെയിന്, ബ്ലഡ്, അങ്ങനെ ഒരു IBS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേ ഇഷ്യൂസ് ഉള്ള കാര്യം. അപ്പോൾ മെയിനായിട്ട് എനിക്ക് എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ട, അതായത് എൻ്റെ മെയിൻ കൺസേൺ, എനിക്ക് ടാബ്ലറ്റ് കഴിക്കേ വേണ്ട ജീവിതാവസാനം വരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ. കാരണം പെപ്സിയും കോളയും 7-അപ്പും കുറേ മന്തി മയോണൈസൊന്നും ഇല്ലാതെ, ബർഗറും കുറേ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നുമില്ല, എനിക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് വേണം. അങ്ങനെയാണ് ഞാൻ ലക്ഷ്മി ചേച്ചിയെ കോൺടാക്ട് ചെയ്യുന്നത്. ലക്ഷ്മി ചേച്ചിയാണ് എനിക്ക് സീരിയസ്ലി മുഖം നിറച്ചു കുരുവായിരുന്നു എൻ്റെ മുഖത്ത്. ഇപ്പോൾ കുരുവില്ല. കുരു വരണമെങ്കിൽ എൻ്റെ എന്തെങ്കിലും കയ്യിരിപ്പോണ്ട് വരണുള്ളൂ, ഞാൻ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ചാടിക്കയറി വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടൊക്കെ ഒരു കുരു വരണുള്ളൂ. അല്ലാതെ ലൈക്ക് എനിക്കിപ്പം റീസെൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പോജിങ് ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം, വേറൊരു വീഡിയോയിൽ. അല്ലാതെ എൻ്റെ ഫേസിൽ കുരുവോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്കിപ്പം മോശം പോകുമ്പോൾ വേദനയില്ല, ലൈക്ക് ലൂസ് മോഷനിൽ എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകണമെന്ന് തോന്നണില്ല. അപ്പം ഞാൻ എനിക്കുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന വണ്ണം എന്ന് പറയുന്നത് ആ ഒരു 56, 57, 58 ആ ഒരു കിലോ എന്ന് പറയുന്നത് ഫുള്ള് ഫാസ്റ്റ് ഫുഡായിരുന്നു. ഒന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും ഇല്ല, ഒരു നല്ല ആഹാരവും കഴിച്ചുണ്ടാക്കിയ വെയിറ്റ് അല്ലായിരുന്നു. അപ്പം പിന്നെ അത് ഞാൻ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാതെ ഹെൽത്തി ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഡയറ്റ് ക്ലിയർ ആയി ഗൈസ്. എനിക്ക് ഇപ്പോഴും അറിയാം, എനിക്ക് ആ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വയറും ഗട്ടൊക്കെ എന്ന് പറയുന്നത്. എന്തെങ്കിലും കഴിച്ചാലും ഞാൻ മറ്റേ 4 മാസമുള്ള ആൾക്കാരെ കണക്ക് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു വയറ്. കാരണം ഞാനിങ്ങനെ വയറിങ്ങനെ ചുമന്ന് എനിക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി, എനിക്ക് നിൽക്കണ്ട. വെള്ളം ദാഹവും രാത്രി കിടന്ന ഉറക്കവും ഇല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ദേഷ്യവും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്മി ചേച്ചി കോൺടാക്ട് ചെയ്തോ. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി ചേച്ചി. നമ്മളെ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മളെ കൈ തരും. പിന്നെ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലാതെ ഞാൻ 1-2 ദിവസത്തേക്ക് എടുപ്പ് മാത്രമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ശരണ്യ, കാർത്തി, അരവിന്ദ് എക്സെട്ര. I feel you are truly happy to be with them. Of course guys, കാരണം എനിക്കൊരു ഇതുണ്ടായിരുന്നു, ക്രിയേറ്റേഴ്സിനെ ഫ്രണ്ട്സ് ആക്കിയാൽ പ്രശ്നങ്ങളുണ്ടാവും. മീൻസ് ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. ക്രിയേറ്റേഴ്സ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ ഫ്രണ്ട്സ്, പേഴ്സണൽ ഫ്രണ്ട്സ് എന്നുള്ളത്. അപ്പം കാരണം എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് വയ്ക്കുക, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചപ്പം തന്നെ എനിക്ക് അതോടെ മതിയായ കുറച്ച് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലാന്ന് തെളിയിച്ചവരാണ് അവരെല്ലാവരും. ഞങ്ങളൊരു 11 പേര് അടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. എവിടെ പോണെങ്കിലും ഒരു 11 പേരുടെ സംഘമാണ്. സീരിയസ്ലി എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റണ
എനിക്ക് ഞാനായിട്ടിരിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഗ്യാങ്ങിൽ ഞങ്ങൾക്ക് ഞങ്ങളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല, ഒരു ഗോസിപ്പില്ല, ഒരു നുണയെ കുണ്ടണിയോ കൂട്ടേടിയോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു സമാധാനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവർ. അത്രയ്ക്ക് മൈൻഡ് പീസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗോപിക മീനാക്ഷി, ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചത്. ഓഫ് കോഴ്സ് എനിക്ക് പിന്നെ അതിൽ എന്താ പറയുക, പ്രൊഫഷണൽ ഫ്രണ്ട്സ് അല്ല, പ്രൊഫഷണലിൽ നിന്ന്, കാരണം എനിക്ക് അവരെൻ്റെ പ്രൊഫഷണൽ വരി പരിചയമുള്ളതാണ്. പക്ഷെ ആ ഫ്രണ്ട്സിനും നമ്മളെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഫ്രണ്ട്സ് അവരിൽ നിന്നുണ്ടാകും. കാരണം നമ്മളവിടെ കണ്ടന്റ് ചർച്ച ചെയ്യുന്നില്ല, നമുക്കാരും പരസ്പരം ഒരു കണ്ടന്റ് അല്ല. നമുക്ക് എന്തെന്നറിയോ, നമ്മൾ ആവശ്യമില്ലാത്തല്ല, നമ്മൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ അടിച്ച് സിനിമയെ കാണിച്ച് ചില്ലടിക്കുക, ഇങ്ങനെ ഒരു സാത്വിക മൂഡിലേക്ക് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം ശരണ്യ ഞാൻ പറയാം ഗൈസ്, ശരണ്യ ഞാൻ മലപ്പുറത്ത് വെച്ചാണ്, ശരണ്യയും കാർത്തികേയനെയൊക്കെ ഞാൻ മലപ്പുറത്ത് വെച്ചാണ് കാണുന്നത്. ശരണ്യെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അന്ന് കണ്ടപ്പം തന്നെ എനിക്ക് ശരണ്യ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ശരണ്യ അന്ന് കണ്ടപ്പം ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുള്ളൂ. ശരണ്യ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഇത്രയും മണമുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഭയങ്കര സ്മെല്ലായിരുന്നു. സ്മെൽ മീൻസ് മണം, നല്ല മണമായിരുന്നു. എന്താ പറയുക, ഗുഡ് സ്മെല്ലായിരുന്നു. നല്ല മറ്റേ ബാത്താം ബോഡിയുടെ ഡാർക്കിസും ഭയങ്കര മണമായിരുന്നു. അതായത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരണ്യ. എനിക്ക് അന്ന് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അന്ന് നൈറ്റ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നായിരുന്നു. നമുക്ക് കാണുമ്പോൾ ചില ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ വരുമല്ലോ, അങ്ങനെ. പിന്നെ എനിക്ക് ചുരുക്കമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. എടി നമുക്ക് പോവാമോ, ഇപ്പം ഞാൻ പറയണു, എടി നമുക്ക് നാളെ ഒരു സ്ഥലം വരെ, അല്ലെങ്കിൽ എടി അടുത്ത മാസം നമുക്ക് തായ്ലൻഡിൽ പോയാലടി, അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് ഗോവയ്ക്ക് പോയാലടി എന്നിങ്ങനെ പറഞ്ഞാൽ പെട്ടിയുമായിട്ടിരിക്കുന്ന ഒരാളാണ് അവൾ. തിരിച്ച് ഞാൻ അങ്ങനെയാണ്, അവൾ വിളിച്ചാൽ പോയി. അപ്പോൾ അവൾ എന്നെ ദുബായിൽ വിളിച്ചപ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് പെട്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചതാണ്. കാരണം നമുക്ക് ചില ഫ്രണ്ട്സ് നമ്മളെ കൂടെ വരാൻ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല എനിക്ക്. അങ്ങനെ ഉള്ള ഇതിൽ എന്താ പറയുക, എനിക്ക് വിളിച്ച ശരണ്യ, ഞാൻ ഒറ്റ സെക്കൻഡ് എൻ്റെ കണ്ണാടി എടുക്കണം, എനിക്ക് ഔട്ട്ഫിറ്റ് എടുക്കണം, എത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് ശരണ്യ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മളിപ്പം ചില ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനി. ഇപ്പോൾ ശരണ്യയുടെ വീട്ടിലായാലും അമ്മയായാലും വലിയായാലും അമ്മുവായാലും ജാനായാലും നമ്മൾ ഭയങ്കര കണക്ഷനായി. എല്ലാവരും എന്താ പറയുക, നമുക്കൊരു ഫാമിലി പോലെയായി. അപ്പം അങ്ങനെയാണ്. ഇപ്പം കാർത്തികേയനായാലും അതെനിക്ക് 10 പറയാനുണ്ട് ഗൈസ്, അത് ഞാൻ പറയാനുണ്ട്. എല്ലാവരുമായിട്ട് എനിക്കിപ്പോൾ കാർത്തികേയൻ, ഇപ്പം ഞാൻ പല വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാർത്തികേയൻ്റെ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്, ഗംഗയെ കല്യാണം കഴിച്ചുകൂടെ ചേട്ടാ. എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് ചേച്ചി കാർത്തികേയൻ്റെ കല്യാണം ഗൈസ്. എനിക്ക് കാർത്തികേയൻ എന്ന് പറയുന്നത് മറ്റേ വലിയേട്ടനാണ്. നിറനാഴി പൊന്നിൽ സൂര്യനു, ആ സംഭവമാണ് എനിക്ക് കാർത്തികേയൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ കാർത്തികേയനെ ആദ്യമായിട്ട് മലപ്പുറത്ത് ഒരു ഇവൻറ്റിന് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഫാൻ ഗേൾ മൊമെൻ്റ് ആണ്. ഞാൻ കാർത്തികേയനെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി കാണാൻ പോയി. അന്ന് മുതൽ കാർത്തികേയൻ എന്നെ വിളിക്കണം മക്കളെ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് എന്നെ എപ്പോഴും പോകാൻ നേരത്തൊക്കെ നമുക്കിങ്ങനെ തലയിലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ഒരു അഫെക്ഷൻ കാണിക്കുമല്ലോ, ഇങ്ങനെ എപ്പോഴും തലയിലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വെച്ചാൽ കാർത്തികേയൻ എന്നെ സഹോദരിയെ പോലെ ഉണ്ട്. അതേപോലെ ഞാൻ കാർത്തികേയനെ ചേരാണ്. ആ ഒരു ബന്ധത്തിനെ നിങ്ങൾ കല്യാണം കഴിയെന്ന് പറയണത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ എനിക്ക് സഹോദരനെ പോലെയാണ്. കാരണം ഞാൻ അത്രയും അഫെക്ഷൻ എനിക്ക് അത്ര ഇതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു ബ്രദർലിഹുഡ് ഫീലിങ്സ് ഒന്നും എനിക്ക് ആരെടുത്ത് ഇത്രയും ലൈഫിൽ വന്നിട്ടും എനിക്ക് ആരെടുത്തും ഒന്നും തോന്നില്ല. പക്ഷെ എനിക്ക് കാർത്തികേയൻ്റെ അടുത്താണ് അത്രയും ഒരു ഇതുള്ളത്. എനിക്കൊരു വിഷമനം പറയും ഞാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉപദേശത്തിനായാലും ഒരു കാര്യത്തിനായാലും ഒക്കെ ഒരു ഡൗട്ടൊക്കെ വരുമ്പോഴും ചോദിക്കണ കാർത്തികേയനാണ്. കാരണം കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ വലിയേട്ടൻ്റെ സ്ഥാനമാണ്. വലിയേട്ടൻ്റെ മനസ്സിൽ വലിയേട്ടൻ്റെ സ്ഥാനമാണ്. അടുത്ത പിന്നെ ചോദിച്ചിട്ടുള്ള അരവിന്ദ്. അരവിന്ദിൻ്റെ അനുഭവമാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അരവിന്ദിനെ ഞങ്ങളൊരു മാരേജിന് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് വെച്ച്
അനന്തിനെ കണ്ടപ്പോൾ വെച്ചാൽ എവിടെയോ അറിയാം, നല്ല പരിചയമുണ്ട്. നമുക്കിങ്ങനെ ചില ആൾക്കാരില്ലേ, നമ്മൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവണ ചില ആൾക്കാർ, ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല, ഒന്നുമില്ല, ഒരു നമ്മൾ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നണം, മുമ്പൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കൊരു കണക്ഷൻ തോന്നി. എനിക്കിങ്ങനെ ഞാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയേ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെ കണ്ടിട്ട്. എൻ്റെ അമ്മ വന്നപ്പോഴും, അമ്മ ആദ്യമായിട്ട് കണ്ടപ്പോഴും പറഞ്ഞു, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ളൊരു മുഖം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ടോ, പക്ഷെ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യണ ഒരു ഫ്രണ്ട് അവനാണ്. അത്രയ്ക്ക് റോസ്റ്റ് ചെയ്ത് എന്നെ പുഴിപ്പിച്ച് വയ്ക്കണത് അവനാണ്. എന്നെ ഇഞ്ചിയാക്കണതും ഒക്കെ അവനാണ്. നല്ല എല്ലാവരും എനിക്ക് എന്താ പറയുക, നല്ല ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുള്ളൂ. എനിക്ക് നല്ല വൈബ് കിട്ടുന്നിടത്ത് നിൽക്കുള്ളൂ, അല്ല എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ബാഡ് വൈബ് അടിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പറയാം, എനിക്ക് ഗ്യാങ് ശരിയാവുന്നില്ല, ഞാൻ ഇനി ഇങ്ങനൊരു സംഭവത്തിന് ഇല്ല എന്ന് ഞാൻ മുമ്പും പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഗ്യാങ്ങിലോട്ടില്ല. നിൻ്റെ ഫ്രണ്ട് ഞാൻ മുമ്പ് ഒരാളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടാനില്ല. ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി അത് എൻ്റെ കുറ്റമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ചെയ്യുന്ന കാരണം എനിക്ക് കുറച്ച് ലോയലായിട്ടുള്ള, കുറച്ച് ആത്മാർത്ഥതയൊക്കെ ഉള്ള ആൾക്കാർ ലൈഫിലുള്ളതാണ് ഇഷ്ടം. അല്ലാതെ എല്ലാം കുറച്ച് ഫേക്കായിട്ടുള്ള, മോളെ എൻ്റെ മക്കളെ എന്നെ കാണുമ്പോഴത്തേക്ക് എടുത്തു വെച്ച് ഇടുപ്പി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ എന്നെ മൂടൂത്തി ഇടിക്കണ ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആൾക്കാരെ ഞാൻ ലൈഫിൽ ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കാണാം, ഹായ് ബൈ ഒക്കെ ഞാൻ റെഡിയാണ്. പക്ഷേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള, ഒരു ക്ലോസ് ഫ്രണ്ട് എന്നോ, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് വരാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനൊരു വൈബ് എനിക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ അതോടെ അങ്ങനെ അങ്ങ് പോയാണ്, ഹായ് ബൈ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറയണത് നമുക്ക് വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്ന കുറച്ച് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന കുറച്ച് വസന്തങ്ങളാണ് അവർ. ഇപ്പം എനിക്കത് ഭയങ്കര സന്തോഷം. ഇപ്പം ശരണ്യയിലും അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീട് വയ്ക്കുകയാണ്. അപ്പോൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് നമുക്ക് മണി ഇഷ്യൂ വരും, നമുക്ക് പൈസയ്ക്ക് ടൈറ്റ് വരും. നമ്മൾ മറ്റേ ഒരറ്റവും മറ്റേറ്റവും കൂടെ കൂട്ടിമുടിക്കുക, നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് പൈസയുടെ ടൈറ്റ് വരും. ഞാൻ മറ്റേ വീട് വയ്ക്കുന്നത് കുറേ പൈസ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിൽ നിന്ന് വീട് വയ്ക്കാനല്ല. അപ്പം ഇങ്ങനെ ഞാൻ ശരണ്യ ഇങ്ങനെ എൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ശരു ഇപ്പം എൻ്റെ അടുത്ത് ശരണ്യ എന്നൊരു എവിടെ ഒരു സ്ഥലത്ത് പോകാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരു ഇപ്പം എൻ്റെ അടുത്ത് ടൈറ്റ് ആണ്ടി, പൈസ കുറവാണ്, ഇപ്പം കുറച്ച് സാധനമൊക്കെ എടുക്കാൻ വേണ്ടി പോകണമെന്ന്. അപ്പോൾ പറഞ്ഞ് എടി അപ്പം നീ ഒരു കാര്യം നീ പൈസ ഉള്ളപ്പം തന്നാൽ മതി, ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അങ്ങനെയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരാൾ അവളാണ്. ഞാൻ ടൈറ്റാണെന്ന് പറഞ്ഞ അവളൊരാണ്. അവളെൻ്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം, എൻ്റെ ഒരുപാടൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ഉള്ളത് ഞാൻ നിനക്ക് തരാം എന്ന് അവൾ പറഞ്ഞു. എൻ്റെ ഉള്ളത് ഞാൻ നിന്നെ തന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. കാരണം ജാനുവരിയിൽ അവളുടെ മാരേജാണ്. ഇന്നിപ്പോലും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് രോമാഞ്ചം പറയുന്നുണ്ട് ഗൈസ്. എനിക്കിത് പറഞ്ഞപ്പോഴത്തേക്ക്, നിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ നീ വിളി, എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ. കാരണം അത് ഞാൻ മീൻസ് എന്താ പറയുക, അവളെ നിന്ന് എനിക്ക് വേണമെന്നും പറഞ്ഞില്ല. പക്ഷെ അവൾക്ക് അത് എൻ്റെ അടുത്ത് പറയാൻ തോന്നിയൊരു മനസ്സുണ്ട്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമല്ല. പക്ഷെ അത് ചില ചുരുക്കം നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങാണ് ഗൈസ്. അവർ എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്ന, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, കുറച്ച് സ്നേഹം മാത്രം പ്രതീക്ഷിക്കുന്ന, വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്നേഹം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ്. അതാണ് അവരെനിക്ക്. ഈശ്വര, ഞാൻ ഒരുപാട് പറഞ്ഞു, ഒരുപാടുണ്ട് ഗൈസ് അവരെ കുറിച്ച് പറയാൻ, നല്ല ഒരുപാട് കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വീട് പണി എവിടം വരെയായി? ഓണം ആകുമ്പോൾ കയറിയിരിക്കലാവുമോ? അങ്ങനെയാണല്ലേ അവിടെ പറയണത് ഗൈസ്. വീട് പണി ഞാൻ പറഞ്ഞല്ലോ, ഓണത്തിന് നടക്കൂല. കാരണം നമുക്ക് പൈസയുടെ ഇതുണ്ട്, അല്ലാതെ നമുക്ക് ഇത് എന്തോന്നു ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഒക്കെ ഓണാകുമ്പോഴത്തേക്കും നടക്കൂല. അമ്മയും ആളും എന്ത് പറയുന്നു? സുഖമില്ല. അവർ സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു. അത്രയാണ്. എങ്ങനെയാണ് ഇത്രയും മെലിഞ്ഞ് ഫുഡ് കൺട്രോൾ എങ്ങനെയായിരുന്നു ഗൈസ്? ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു ഫുഡ് കൺട്രോൾ ചെയ്യണം ഗൈസ്. ഒന്നുമല്ല, നോ പെയിൻ നോ ഗെയിൻ. മുമ്പൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചു, സീരിയസ്ലി ഞാൻ പറയില്ല. എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ അല്ലെങ്കിൽ എനിക്കൊരു വരുമാനം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തേക്ക് ഞാൻ കഴിച്ച്. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു കഴിക്കാൻ വേറെ രാജ്യങ്ങളിലെ ഫുഡുകൾ, ഇവിടെയൊക്കെ കിട്ടണ എല്ലാ സാധനവും ഞാൻ തിരഞ്ഞെന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീൻസ് ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ, ഹെൽത്ത് ഈസ് വെൽത്ത്. മനുഷ്യന് ആരോഗ്യമാണ് ഏറ്റവും വലുത്. അപ്പം
ഞാനത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാണ്. ഞാൻ കൺട്രോൾ ചെയ്തു. പിറന്നാൾ സർപ്രൈസ് എല്ലാം കണ്ടിട്ട് അമ്മയുടെയും മാളുവിൻ്റെയും റിയാക്ഷൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മ ലിറ്ററലി കരയായിരുന്നു ഗൈസ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ അമ്മ കാർത്തികേയൻ്റെ അടുത്തും ഷാരിയുടെ അടുത്തും ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ഫ്രണ്ട്സ് എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ ഗോപികയും മീനാക്ഷി അങ്ങനെയല്ലാതെ അവരല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. സീരിയസ്ലി അല്ല, കുറേ ആൾക്കാർ ഇങ്ങനെ എൻ്റെ പിറകെ ചുറ്റിപ്പറ്റി നടന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം കണ്ടിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ, എന്തിനൊക്കെയോ കുറേ ആൾക്കാർ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഞാൻ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അവന് ഒന്നുമില്ല, ഒരു സർപ്രൈസായിട്ട് ഒരു മുട്ടായിത്തുണ്ടെങ്കിലും വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോസാപ്പൂലി ഒരു ചെമ്പരത്തിപ്പൂവെങ്കിലും വാങ്ങിച്ചു തന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കോളേജ് ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ സർപ്രൈസൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിനക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് എന്ന് പറയുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഇഷ്ടമുള്ളവർക്കാണ് നമ്മൾ സർപ്രൈസ് കൊടുത്ത് സന്തോഷിപ്പിക്കണം. അപ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു, ഇത്രയും നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ടല്ലോ. കാരണം എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ, എൻ്റെ മക്കളെ ഇത്രയും സന്തോഷിപ്പിച്ച ഫ്രണ്ട്സ് വേറെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നിങ്ങൾ സ്നേഹിക്കാനാകുമ്പോൾ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അമ്മ ഇപ്പോഴും അത് പറയും, ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് അതേപോലെ അവരുടെ ഭയങ്കര സ്നേഹമാണ്. നമ്മളെ മക്കളെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അവരെയും ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, മാളുവിന് ഭയങ്കര സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ സന്തോഷിക്കണ കാണുമ്പോൾ ഓഫ്കോഴ്സ് എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം തോന്നും ഗൈസ്. അടുത്തത് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്നതിൻ്റെ റിവ്യൂ പറയാമോ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് മീ ടു വാണ്ട് ടു ട്രൈ. ഗൈസ്, ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് എനിക്ക് ഇപ്പം ആൾക്കാരെല്ലാവരും പറയുന്നത് താരൻ വന്നു, ഉള്ള മുടി കൊഴിഞ്ഞു പോയി, പേൻ വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പേൻ, താരൻ, ഉള്ള മുടി കൊഴിഞ്ഞു പോയി, ഈ 3 പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. എനിക്കൊരൊറ്റ വിഷയം എന്താ വെച്ചാൽ ഗൈസ്, എനിക്ക് ലോ ഹെയർ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഡെയിലി കുളിക്കുന്ന ഒരാളൊന്നുമല്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ തല കഴുകുള്ളൂ. മേലെ ഞാൻ ഇന്ന് കുളിക്കും. കാരണം എനിക്ക് മേലിങ്ങനെ വിയർത്തൊട്ടി എനിക്ക് കിടന്നുറങ്ങാൻ തോന്നൂല. അപ്പം ഞാൻ അങ്ങനെ ഡെയിലി കുളിക്കാൻ അങ്ങനത്തെ ഒരു സംഭവമല്ല. അപ്പം തല കഴുകുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ മുടി ഹെയർ ഡ്രയറൊക്കെ ഇട്ട് ഓണാക്കണം, എനിക്ക് പാട്, എനിക്കത് വേണ്ട. പിന്നെ ഹെയർ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് ഒരൊറ്റ ക്ലിപ്പിൽ തീർന്ന്. പക്ഷെ നല്ല മുടിയിൽ ഞാൻ സുന്ദരിയായിട്ട് പിന്നിയൊക്കെയാണ്, അതും പാടും. പിന്നെ ഇതാകുമ്പം ഇങ്ങനെ ഇട്ട് പോയാൽ മതി. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളു. കാരണം ലോ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പാടാണ്. അതാണ് പ്രശ്നം. ലോ ഹെയർ എനിക്ക് മെയിൻറ്റെയിൻ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ മെയിനായിട്ടും ലൈക്ക് എന്താ പറയുക, നമുക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യണം. ഇപ്പം ഇവിടെ ചുരുണ്ടത് കാണാൻ പറ്റും. അപ്പം അതുകൂടെ കണ്ടിട്ടാണ് ഞാൻ മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി സോ ഹാപ്പി ആൻഡ് എക്സ്ട്രീംലി പ്രൗഡ് ടു സീ യുവർ ഗ്രോത്ത്. താങ്ക് യു സോ മച്ച്. എനിക്കതെങ്ങനെ, കാരണം എൻ്റെ ഗ്രോത്തിന് ഒരു പാർട്ടാണ് നിങ്ങൾ. ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരാളാണ്. എൻ്റെ എനിക്കങ്ങനെ ഒരു സക്സസ് ഉണ്ടായി. അങ്ങനെ ഭയങ്കര സക്സസ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ ലൈക്ക് ഉള്ളിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു സംഭവത്തിൽ എൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം സക്സസ് അല്ല ഞാൻ പറയുന്നില്ല, സക്സസ് ആണ്. കാരണം ഒരു വീഡിയോ ഒക്കെ വയ്ക്കാൻ പറ്റുന്നത് തന്നെ എനിക്കത് ലൈഫിൽ വിചാരിച്ചിട്ടുള്ളൂ, എനിക്കൊരു വീഡിയോ സ്വന്തമായിട്ട് വയ്ക്കാനൊക്കെ പറ്റുമെന്നുള്ളത്. പക്ഷെ അതൊക്കെ ഭയങ്കര കാര്യമാണ്, സന്തോഷമാണ്. പക്ഷെ എന്നാൽ പോലും എനിക്കങ്ങനെ ഒരു കംപ്ലീറ്റ് സക്സസ് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അതിന് നിങ്ങളൊരു പാർട്ടാണ്. ലൈഫിൽ മതി എന്ന് തോന്നുമ്പം വാട്ട് ഗെറ്റ് യു ബാക്ക് ടു ദ ട്രാക്ക്? ചേച്ചി ഹാപ്പി അല്ലേ? സ്റ്റേ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ഓൾവേസ്. ഗൈസ്, ലൈഫിൽ എനിക്ക് പലപ്പോഴും മടുത്തു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടാരും കളഞ്ഞിട്ട് എങ്ങോട്ടേലും പോകാൻ, മീൻസ് ഇതെല്ലാം കളഞ്ഞിട്ട് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അല്ല ഗൈസ്, മുമ്പൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സമയത്തുണ്ടല്ലോ, കാരണം എൻ്റെ ലൈഫ് ക്ലിയർ ആയിട്ട് കണ്ട ഒരാളാണ് മീനാക്ഷി എന്ന് പറയുന്നത്. ഗോപികയ്ക്കും അറിയാം, പക്ഷേ മീനാക്ഷി ഇവിടെ തൊട്ടടുത്താണ്. അപ്പം മീനാക്ഷിക്ക് അറിയാം. മീനാക്ഷി ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ ഓടിയൊരു ടൈമുണ്ട്. എനിക്ക് എന്താ പറയുക,
ഒരു മനസ്സമാധാനമില്ല, ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ വെളുപ്പങ്കാലത്ത് ഉറങ്ങൂല, 5 മണിയിൽ 6 മണിയിൽ ഉറങ്ങാതെ 3 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ കണ്ണ് തുറന്ന് വെച്ച് ഇങ്ങനെ ഇരുന്ന ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ മീനാക്ഷി കണ്ടിട്ടുള്ളത് ഫുള്ള് ഞാൻ എന്താണ് എന്നുള്ള മീനാക്ഷിയാണ് കണ്ടിട്ടുള്ളത്. ഈ റീസെൻ്റായിട്ട് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ഫ്രണ്ട് എഗെയിൻ ലൈഫ് എൻജോയ് ചെയ്യണ്, ചിരിച്ചു തുടങ്ങിയത്, ഒരു ഫ്രണ്ട് ചിരിച്ചു തുടങ്ങിയത് കണ്ടപ്പോഴത്തേക്കൊക്കെ സന്തോഷം. എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു വെച്ചാൽ ഞാൻ എഗെയിൻ എൻ്റെ ലൈഫിൽ ഞാൻ ചിരിച്ച് സന്തോഷിച്ചും തുടങ്ങിയത് അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾ അടുത്തില്ലാത്തതിൽ അവൾക്ക് വിഷമമുണ്ട്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അടുത്തില്ലാത്തൊരു വിഷമമുണ്ടടി, ഇത് എനിക്കത് ഡയറക്റ്റ് കാണാൻ പറ്റിയില്ല, ഇത് നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ സന്തോഷമാണ്. അങ്ങനെയൊക്കെ പറയണത് കൂടിപ്പോയി 2 പേര് അല്ലെങ്കിൽ 3 പേര്, അല്ലാതെ സീരിയസ്ലി ഞാൻ സന്തോഷിക്കണ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ആ 11 പേരെ ഗ്യാങ് അല്ലെങ്കിൽ എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്, ഒരു വിരലിലുണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സുള്ളൂ. ബാക്കി എല്ലാവരും മനസ്സിൽ കുഴുത്തുരുമ്പും ഉന്നായ്മയും കൊണ്ടിരിക്കുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ലൈഫിൽ, എനിക്ക് മടുത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഞാൻ തോറ്റു കൊടുക്കാൻ ഞാൻ റെഡിയല്ല എന്നുള്ളൊരു സംഭവം. ഞാൻ തോറ്റാൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കും, തോറ്റു കൊടുക്കാൻ ഞാൻ റെഡിയല്ല. തോൽവി വരും, തോൽവിയും ജയവും ഒക്കെ ലൈഫിൽ വരണേണ്. പക്ഷേ എനിക്കിപ്പം ഞാൻ അങ്ങനെ തോറ്റ് മാറി എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു 3-4-5 പേരുണ്ട്. അപ്പം അമ്മയായാലും മാളു ആയാലും എൻ്റെ കസിൻസ് ആയാലും ഒക്കെ ആയാലും കുറച്ച് ആൾക്കാരുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പം അവരെയാണ് ഞാൻ തോൽപ്പിക്കണം. എൻ്റെ അമ്മ ഇത്രയും തോറ്റിട്ട്, എൻ്റെ അമ്മ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തിട്ട് എൻ്റെ അമ്മ വിചാരിച്ചു വെച്ചാൽ എൻ്റെ മക്കൾ വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച എൻ്റെ അമ്മേരെ മൈൻഡിനാ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഞാൻ തോക്കുന്നേക്കാളും എൻ്റെ അമ്മയാണ് തോക്കുന്നത്. ഇത്രയും നാളെ കാത്തിരിപ്പിച്ച് എൻ്റെ അമ്മയാണ് തോക്കുന്നത്. പിന്നെ ഞാൻ ഒരു വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ 7-1 പാർട്ട് പോലും ഞാനും അനുഭവിച്ചിട്ടില്ല. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഞാൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഗൈസ്, നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അത്രയും സങ്കടം വരുമ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് ക്യാൻസർ സെൻ്റർ ഉണ്ട്, അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മത്തൊട്ടിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മളെ ആ അഹങ്കാരം അങ്ങ് മാറിക്കിട്ടും, നമ്മളെ വിഷമം അങ്ങ് മാറിക്കിട്ടും. സീരിയസ്ലി പറയാണ്. അപ്പം നമുക്ക് തോന്നും നമ്മളെ വിഷമമൊന്നും ഒരു വിഷമമേ അല്ല, നമ്മളെ സങ്കടമൊന്നും ഒരു സങ്കടമേ അല്ല. നമുക്ക് ദൈവം കൈ കാല് തന്നിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് അമ്മയെ തന്നിട്ടുണ്ട്, അച്ഛൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സഹോദരി തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നുമില്ലാതെ ആൾക്കാർ ജീവിക്കണുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതല്ല. ഞാൻ ഹാപ്പി അല്ലേന്ന് ഗൈസ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി അല്ലാതിരിക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പണ്ട് ഹാപ്പി ആയിരുന്നു. പണ്ടും ഇപ്പം വേണമെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്ന, ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യണം. ഞാൻ ഫുള്ളി സ്ട്രഗിളൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം അങ്ങനെയല്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഉള്ളത് വച്ചിട്ട് ഹാപ്പി ആവാൻ എന്നും ഞാൻ നോക്കിയിട്ടുണ്ട്. അതാണ് എന്നെ ഇവിടെ പഠിപ്പിച്ചേക്കണം, അമ്മ പഠിപ്പിച്ചേക്കണത്. അമ്മ എപ്പോഴും പറയണം, നമ്മളത്ര പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, അപ്പം നീ എന്തിനു വിഷമിക്കണം എന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഗൈസ്, ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഹാപ്പിയാണ് ഗൈസ്. സ്റ്റേ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, വെയിറ്റ് ലോസ് ജേണി ചേച്ചി എന്നാ സ്റ്റാർട്ട് ചെയ്തേ? ഒത്തിരി മാറ്റമുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ആൻഡ് ഇൻ കേസ് ഷുഗർ ക്രേവിങ്സ് അപ്പം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഞാൻ ഫെബ്രുവരി ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി ഓർ ഏപ്രിൽ, എനിക്കത് കറക്റ്റ് ഡേറ്റ് ഞാൻ നോക്കണം ഗൈസ്. പക്ഷെ ഒരു 3-4 മാസം ആയതേ ഉള്ളൂ ഗൈസ്. ഞാൻ ഷുഗർ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു, ഷുഗർ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യായിരുന്നു. ജിലേബി, ലഡു, ഡയറി മിൽക്ക്, നട്ട് വെച്ചത് നട്ട് വയ്ക്കാത്തതൊക്കെ ഞാൻ വാരിപ്പളം തിന്നുമായിരുന്നു ഗൈസ്. പക്ഷേ ഒരു ടൈം എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഇൻഫ്ലമേഷൻ, മുഖത്ത് കുരു, നമുക്കറിയാം നമ്മൾ ഒരു വീർത്ത് വരണം, ഭയങ്കര ഒരു ചബ്ബി പഫ്നെസ് ഒക്കെ ഫേസിൽ. അങ്ങനെ പയ്യെ ഷുഗർ ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കി. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഞാൻ അവോയ്ഡ് ചെയ്തില്ല. കാരണം ഒറ്റയടിക്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, തലവേദന വരും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഡിപ്രഷൻ
സംഭവം അങ്ങനെയല്ല. ഒരു ഡിപ്രഷൻ കൈൻഡ് ഓഫ് സാധനം വരും നമുക്ക്. മൂഡ് സ്വിങ്സ്, ദേഷ്യം, വിഷമം, സങ്കടം, അങ്ങനെ ഒരു ഫുഡ് ഡിപ്രഷനൊക്കെ നോക്കിയില്ല, അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് ഒഴിവാക്കിയില്ല. ഞാൻ പയ്യെ ആദ്യം ഇങ്ങനത്തെ ലൈക്ക് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് പയ്യെ അവോയ്ഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് പയ്യെ ചായയിലേക്കുള്ള അവോയ്ഡ് ചെയ്തു. അതിനുശേഷം ഫ്രഷ് ജ്യൂസ് മാത്രം കുടിക്കും ഷുഗർ തരുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും വെറും വയറ്റിൽ വിശന്നിരിക്കുമ്പോൾ ഷുഗർ ഇത് കുടിക്കലും നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂടും. സോ നമുക്ക് ആക്നെസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് സൂപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോണ്ട് സ്കിപ്പ്. ഇല്ല, ഞാൻ സ്കിപ്പ് ചെയ്യില്ല. ഐ റിയലി ലൈക്ക് യുവർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി യു ആർ ദ വൺ ഹൂ മോട്ടിവേറ്റഡ് മീ ടു ഡു സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ്. So recently I am doing a online craft business. Since I started my business, I would like to send a small gift to you. So may I? Thank you so much. എനിക്ക് ലൈക്ക് ഇത് കേട്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ നിങ്ങൾക്കത് എൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഉണ്ടായെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. അതിനിപ്പോൾ എത്ര അല്ലെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പം എത്ര വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും മൂഷേട്ടെ കണക്ക് പെരുമാറുന്ന ഒരാൾ നോക്കുക, അവരവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മളെ സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിച്ചപ്പോഴാണ് ഗൈസ് എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സ്വഭാവമായിരുന്നു എൻ്റെ മുമ്പ്. കാരണം എപ്പോഴും ദേഷ്യമായിരുന്നു. ഒരു സഹതാപവും ഹ്യൂമാനിറ്റി അങ്ങനത്തെ സംഭവം ഉണ്ട്. പക്ഷേ എന്തോ ഒരു ദേഷ്യവും ഒരു വല്ലാത്തൊരു ക്യാരക്ടറിന് ഇടയ്ക്ക് വെച്ചിട്ട് ആ ക്യാരക്ടറുള്ള എന്നെ തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗൈസ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റിയത്. ഗിഫ്റ്റ് അയച്ചു തന്നോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ചേച്ചി, എന്താ സൊസൈറ്റിയിൽ ഒരുപാട് ബ്രേക്കപ്പ് ആവുന്നുണ്ടല്ലോ, ഗേൾസ് ബോയ്സിനോടാണെങ്കിലും ബോയ്സ് ഗേൾസിനോടാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോട്ടിവേഷൻ എന്താണ്? ഇപ്പം നമുക്കറിയാം, നമ്മൾ പല തരത്തിലുള്ള റീലുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലക്കിയാണ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ലക്കിയല്ല. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആകെ അറിയാമെന്നുള്ളൊരു വാക്കാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അതെനിക്ക് മനസ്സിലാവും ടോക്സിക് റിലേഷൻഷിപ്പ്. പിന്നെ അതിൽ തന്നെ കുറേ സാധനമുണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ട്രോമ ബോണ്ടിങ് പറയുന്നുണ്ട്. ട്രോമ ബോണ്ടിങ് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ സിറ്റുവേഷൻഷിപ്പ്, അത് ഇത് എനിക്കറിയില്ല. റിലേഷൻഷിപ്പിന് ഇങ്ങനെ പല പേരെണ്ണമൊക്കെ ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും ഒരാളുടെ റീല് കണ്ടിട്ട് നിങ്ങളെ പാർട്ട്ണറിനെ ജഡ്ജ് ചെയ്യാൻ പോവരുത്. റീലിന് അറിഞ്ഞൂടാ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണ്. നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ഇട്ടേക്കുന്നത് ഇന്നതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ് എന്ന് വെച്ചാൽ അയാൾക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാകും. അതൊക്കെ ഓരോന്നാണ്. അത് നിങ്ങൾ ഒരിക്കലും ഒരു റീല് കണ്ടോ ഇപ്പം ഞാൻ പലരുടെയും കാണുകയാണ്. എന്തോന്ന് നിങ്ങൾക്ക് ഒരു നല്ല പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ 5 സയൻസ് കാണും. അങ്ങനെയൊക്കെ പല കൈൻഡ് ഓഫ് സാധനങ്ങൾ കാണുന്നതാണ്. ഇതൊന്നും ഞാൻ നോക്കാറില്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കാറില്ല, ഇതൊന്നും ഞാൻ നോക്കാറുമില്ല. എനിക്കിതിനെക്കുറിച്ച് ഇത് കണ്ട ഓക്കെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കാണാറില്ല. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കാണാനും താല്പര്യമില്ല. മോട്ടിവേഷൻ ആവാം, പക്ഷെ മറ്റുള്ളവരെ ബന്ധങ്ങളോ സ്നേഹങ്ങളോ ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചു കൊണ്ടുള്ള മോട്ടിവേഷൻസിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഇപ്പം നിങ്ങളോരോ വ്യക്തിയായിട്ട് റിലേഷനിലാണ് ഇപ്പം തുടങ്ങണ സമയത്ത് നിങ്ങൾക്ക് അയാൾ ചിരിച്ചാൽ ആഹാ പാൽ നിലാവിലും അതല്ലല്ലോ, ചിരിച്ചാൽ നല്ല മുല്ലപ്പൂ പോലെയൊക്കെ തോന്നും. ആൻഡ് അവർ കുളിച്ചിട്ട് വന്നില്ലെങ്കിലും നമുക്കാണെങ്കിൽ എന്തൊരു ഒരു സുഗന്ധിയാണെന്ന് നമുക്ക് തോന്നും. അവർ ഒരു പല്ല് തയ്ക്കാതെ വന്നാൽ പോലും നമ്മൾ വായിന്ന് ക്ലോസപ്പിൻ്റെ പരസ്യം കണക്ക് അത്രയ്ക്ക് സൂപ്പർ മണം അങ്ങനെ തോന്നും. അവരെന്ത് ചെറ്റത്തരം കാണിച്ചാലും ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ് എന്ത് ക്യൂട്ടാണ് എന്നൊക്കെ തോന്നും. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ചെറ്റത്തരം കാണിച്ചാലും നമുക്ക് സൂപ്പറായിട്ടേ തോന്നുള്ളൂ തുടക്ക സമയത്ത്. അണ്ടിയോടടുക്കുമ്പോഴേ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയൂ എന്നൊരു സംഭവമുണ്ട്. അതായത് ആദ്യമൊന്നും നമുക്ക് ഈ വ്യക്തി നമ്മൾ ഹൈ കൊണ്ടുനടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നാക്ക് ഇന്ന കുറവുകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കത് ഓക്കെ അല്ല. നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്കത്
നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയോട് തുറന്നു പറയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പെരുമാറ്റം എനിക്ക് പറ്റുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്കിത് വർക്കാവും തോന്നുന്നില്ല, നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഓക്കെ നിർത്താമെന്ന് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി മാറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, അത് ഭയങ്കര ലക്കിയായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടൊന്നും മാറാൻ നിൽക്കില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുകയാണ്, എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറാൻ നിൽക്കില്ല. ഇപ്പം നമ്മളൊരിടത്ത് പറയണം, നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ എന്നെ അത് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ്, ഞാൻ പറയുകയാണ്, എന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, എനിക്ക് നിങ്ങളെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയണം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്. ഇത് അയാൾക്കും മേ ബി ചിലപ്പോൾ അയാളുടെ ബാഡ് ഒരു ഹാബിറ്റ് ആയിരിക്കാം, നമുക്ക് അയാളെ ഇഷ്ടമല്ലാത്തത്. എനിക്കിതിങ്ങനെയൊക്കെ ഉള്ളൂ, നീ പറ്റുമെങ്കിൽ എന്നോട് ഒന്നും അറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോവുക. ഇല്ല അതാണ്, അയ്യോ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ, എനിക്കത് നിർബന്ധമല്ല, അല്ലെങ്കിൽ എനിക്കിത് മാറ്റാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് നിന്നോട് ഇനിയും ഒരുപാട് ദൂരങ്ങൾ പോകണമെന്ന് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ റെഡിയാണ്, ഞാൻ ഇതൊക്കെ മാറ്റാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഇത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഗൈസ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം ഒരാളെ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യമാണ്, ഒരാളെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് സംഭവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവം കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു ഹാബിറ്റ്സോ, അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളിപ്പം ബ്രേക്കപ്പായി. അപ്പം ബ്രേക്കപ്പായില്ല, ബ്രേക്കപ്പായി, സോറി ഗൈസ്, അവൾ ബ്രേക്കപ്പായി. അവൾ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ റിലേഷൻഷിപ്പിലാണ്, ഓക്കെയാണ്, പക്ഷേ ഒരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് കൊടുക്കൂല. എല്ലാവരും മുമ്പിട്ട് ആക്ഷേപിക്കാം, എല്ലാവരും മുമ്പിട്ട് ചീത്ത വിളിക്കുക, ഇത് എന്താ പറയുക, അവൾക്കൊരാളുമായിട്ട് മിണ്ടിക്കൂടാ, ഇൻ കേസ് ഞങ്ങൾ ഗേളി ഗ്യാങ്ങിനോട് പോലും വരാൻ വേണ്ടി സമ്മതിക്കൂല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പായിരുന്നു അവരത്. അപ്പം അവൾ ആദ്യം പറഞ്ഞു, നിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം, എനിക്കിത് പറ്റുന്നില്ല. കാരണം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ഇല്ല ഞാനിത് മാറ്റാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടും പക്ഷെ നടക്കുന്നില്ല. കാരണം ഇത് പുള്ളിക്കാരന് അവളുടെ അടുത്ത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. സോറി ഗൈസ്, ഇതെൻ്റെ അലാറാണ്. പേരൻസിൻ്റെ അടുത്ത് വരെ ഇങ്ങനെയാണ്, പേരൻസിൻ്റെ അടുത്ത് വരെ ഇത് റെസ്പെക്റ്റ് ഇല്ലാതെ, വീട്ടിൽ അപ്പൂമ്മേൻ്റെ അടുത്ത് വരെ പുള്ളിക്കാരൻ ഭയങ്കര റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാൻ. അപ്പം നമുക്കൊരാളെ റെസ്പെക്റ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം ഗൈസ്. ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ അവൾ പറഞ്ഞു, എനിക്ക് പറ്റല്ല, ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നിൻ്റെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനല്ല, എനിക്കത് മനസ്സിലാക്കി, നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ എനിക്കത് ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ വയ്യ, സെറ്റ് ആവല്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് ബ്രേക്കപ്പ് ആയി. പിന്നെ അത് പ്രശ്നമല്ല, കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറയുക, ഇന്നതിന്നെ ഇഷ്ടമാണ്, ഇന്നതിന്നെ ഇഷ്ടമല്ല. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടൂല. ഇൻ കേസ് ഞാൻ എപ്പോഴും പറയാം, എനിക്കിതൊരു അനുഭവമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരാൾ പറയാണ്, ഞാനും അവനുമായിട്ട് ഇതുവരെ അടി കൂടിയിട്ടില്ല, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മൈ ഗോഡ് സച്ച് എൻ അമേസിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഗൈസ്, രണ്ടുപേരിൽ ആരോ ഒരാൾ ഫേക്കാണ്, ഇല്ലെങ്കിൽ രണ്ടുപേരും ഫേക്കാണ്. ഇഷ്ടമുള്ളടുത്ത് ചില വഴക്കുണ്ട്, വഴക്കുണ്ട് മൊട്ട വഴക്കുകൾ. എൻ്റെ അമ്മ അച്ഛനെയും പോലെയൊക്കെ കുനിച്ചീർത്തിടി, കൂമ്പിൻ്റെ ഇടി, മൂക്കിടിച്ചാലൊക്കെ രക്തം വരുത്തുക, കണ്ണിടിച്ചാലൊക്കെ, ഇങ്ങനത്തെ പരിപാടിയല്ല ഞാൻ പറഞ്ഞത്. പൊസസീവ്നെസ്, ഓവർ പൊസസീവ്നെസ് അല്ല, ചെറിയ പൊസസീവ്നെസ്സും വഴക്കും ഒക്കെ ഉണ്ടാവണം. അല്ലാതെ ലൈക്ക് സൊസൈറ്റിക്ക് മുന്നിൽ പെർഫെക്റ്റ് കപ്പിൾ അങ്ങനെ ഉണ്ട് ആവശ്യമില്ല. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോഴത്തേക്ക് അയാളുടെ കുറ്റവും കുറവും മനസ്സിലാക്കി നിങ്ങൾ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളെ അമ്മയച്ഛനും അങ്ങനെയല്ലേ, അവർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറ്റവും കുറവെന്ന് വെച്ചാൽ 1500 കുറ്റം കുറവ് നമുക്ക് കാണും. പക്ഷേ അവർ നമുക്ക് ഇത് വേണ്ട, വേറെ ഒരെണ്ണത്തിന് എടുക്കുക എന്ന് പറയാനില്ലല്ലോ. നമ്മൾ അവർ സ്നേഹിക്കുകയാണ്, അതേപോലെ നോക്കുക. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചു ചെറുക്കൻ എൻ്റെ ആരാ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊച്ചു ചെറുക്കൻ കമ്മിറ്റഡ് ആണോ എന്ന്. അപ്പോൾ പെണ്ണുങ്ങളെ ഗൈസ് ഞാൻ പറഞ്ഞുതരാം, കൊച്ചു ചെറുക്കൻ
എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ്. ഇത് എൻ്റെ അമ്മ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ്. ഞാൻ അവൻ്റെ പേര് കൊച്ചേർക്കണമെന്നില്ല, അവൻ്റെ പേര് അക്ഷയ് എന്നാണ്. ഞാനാണ് അവനെ കൊച്ചേർക്കാന്ന് വിളിച്ചത്. ഇപ്പോൾ എല്ലാവരും അവനെ കൊച്ചേർക്കാന്ന് കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ കൊച്ചേർക്കുക. എൻ്റെ അക്കുവബിയില്ല, എൻ്റെ മുറപ്പയ്യന്മാർ, അവരെൻ്റെ ലൈക്ക് എൻ്റെ അനിയന്മാരാണ്. അപ്പം എനിക്ക് അവരെ കുറച്ചുകൂടെ വളർന്ന വേർഷൻ എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് അവൻ. എനിക്ക് എൻ്റെ അനിയനാണ്, അങ്ങനെയാണ് അവൻ. അപ്പം കമ്മിറ്റഡ് ആണോ ഇല്ലയെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ അവൻ്റെ പേഴ്സണൽ കാര്യമൊന്നും ഞാൻ പറയണം എനിക്ക് താല്പര്യമില്ല. അവനും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഓക്കെ, അപ്പം നിങ്ങളിഷ്ടമാണെന്ന് കമ്മിറ്റഡ് ആണോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ അവൻ്റെ അടുത്ത് ചോദിച്ചോ, അവൻ പറയും. ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ, ഞാൻ കമ്മിറ്റഡ് ആണോ എന്ന്. ഗൈസ്, ഇപ്പം ഞാൻ ആരെ കൂടെ നിന്നാലും എനിക്ക് ഗോസിപ്പ് കേൾക്കാനേ നിവർത്തിയുള്ളൂ. ഞാനും ഷിഫിനൂടെ ആദ്യമായിട്ട് ട്രിവാൻഡ്രം ഡയറീസിലെ ഷിഫിനൂടെ ആദ്യമായിട്ട് ഞങ്ങളൊരു മെൻസ്ട്രൽ കപ്പിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടുണ്ട് അവൻ്റെ ചാനലിൽ. ആ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റ് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഷിഫിയുടെ റിലേഷൻഷിപ്പിലാണെന്ന്. ഗൈസ്, എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മിണ്ടിയെന്നോ ചിരിച്ചെന്നോ പറഞ്ഞ് റിലേഷൻഷിപ്പ് ആണെന്ന് അർത്ഥമുണ്ടോ? നിങ്ങൾ തന്നെ പറയുക. നമുക്കിപ്പം ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് അതിനർത്ഥം റിലേഷൻഷിപ്പ് എന്നല്ല. ഞാൻ ആരിരുന്നാലും കുറേ നല്ല ഇങ്ങനെ ആരായിട്ട് സംസാരിച്ചിരുന്നാലും റിലേഷൻഷിപ്പ് എന്നൊക്കെ ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിലും അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട്. കല്യാണം കഴിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പല സാധനവും ഞാൻ കാണുന്നുണ്ട്. ഞാൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കും. അല്ലാതെ അങ്ങനെയല്ല, ഞാൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയും. അല്ലാതെ ഞാൻ പറയാതെ ഒളിച്ചോടാനൊന്നും പോകണില്ല. ഇൻ കേസ് ഞാൻ കമ്മിറ്റഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പം അതുകൊണ്ട് വരണോരേ വെച്ചിട്ട് ദയവ് ചെയ്ത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നിങ്ങൾ നോക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത് തന്നെ പറയും, വേറെ ആരുടെ അടുത്തും പറയാൻ വേണ്ടിയിട്ട് പോകണില്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇതാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്ത് ചെക്ക് ചെയ്യാനല്ലേ ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ്, ടാറ്റാ ബൈ ബൈ.